പുന്നമട കായലിനെ തീപിടിപ്പിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വിയപുരം 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 വി ഫോർ വിക്ടറി. വിയപുരമാണോ വിയപുരമാണോ വി ഫോർ വിയപുരം. വിയപുരം കാഴ്ചയിൽ കണ്ണിൽ വിയപുരമാണ്. കാഴ്ചയിൽ അതെ ഇവിടെ കണ്ടിരുന്നവരും പറയുന്നു അത് വിയപുരമാണ്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരമാണെന്ന് പറഞ്ഞു. ഫോട്ടോ ഫിനിഷിൽ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ രാജാവ് BBC കാറ്റഗറിയുടെ വിയപുരം 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 ചുണ്ടൻ. വിയപുരം ചുണ്ടൻ നേടി. വിയപുരം ചുണ്ടൻ നേടി. കഴിഞ്ഞ തവണത്തെ കണക്ക് തീർത്തു. കഴിഞ്ഞ തവണത്തെ കണക്ക് തീർത്തു. മില്ലി സെക്കൻഡിൽ മൈക്രോ സെക്കൻഡിൽ പോയത് നേടിയെടുത്തു. 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 സ്വപ്നം BBCയുടെ രണ്ടാം ഹാട്രിക് സ്വപ്നം തകർത്തുകൊണ്ടാണ് വിയപുരം വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം പറന്നടിച്ച് പുന്നമട കായലിൽ ഇതിഹാസം രചിച്ച് കടന്നുപോയത്. കാണാം ഈ കാണാം ഇതാണ് ഇത് അവരുടെ അല്ലല്ല ഇത് വേറെ ടീം. ഓക്കെ വിയപുരം ടീം വരും. വിയപുരം വരും. വിയപുരമാണ് 71ാമത് നെഹ്റു ട്രോഫി ഫൈനലിലെ ജേതാക്കൾ. വിയപുരം ഒന്നാം സ്ഥാനത്ത്. കഴിഞ്ഞ തവണ കുറെ കണ്ണീര് കുടിച്ചവരാണവർ. കഴിഞ്ഞ തവണ കുറെ കണ്ണീരണിഞ്ഞവരാണവർ. എന്തുകൊണ്ടാണ്? മൈക്രോ സെക്കൻഡിലാണ് അവർക്ക് കിരീടം പോയത്. അവരന്ന് ഹൈക്കോടതിയിൽ പോയി. കോടതി നിയമ നടപടി പരമാവധി ശ്രമിച്ചു, എല്ലാം നോക്കി. പക്ഷേ മൈക്രോ സെക്കൻഡിൽ അന്ന് കിരീടം പോയ BBC അതേ ചുണ്ടനിൽ കൊണ്ട് പകരം വീട്ടുന്നു. വിയപുരവും BBC. അതെ വിയപുരവും അതോടൊപ്പം തന്നെ മേപ്പാടും ഈ രണ്ട് വള്ളങ്ങൾ ഏതാണ്ട് തുല്യതയാർന്ന രീതിയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ജഡ്ജസാണ് ഇനി വിധി നിർദ്ദേശിക്കേണ്ടത്. ആരാണ് 71ാമത് നെഹ്റു ട്രോഫി മുത്തമിടുമെന്ന് ആരാണെന്ന് ജഡ്ജിക്ക് വിധി എഴുതും. കാരണം ഫോട്ടോ ഫിനിഷിലേക്കാണ് എത്തിയത്. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വന്ന മേപ്പാടവും 4ാം ട്രാക്കിലൂടെ കടന്നു വന്ന വിയപുരവും ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വിധി നിശ്ചയിക്കേണ്ടത് നമ്മുടെ ജഡ്ജസാണ്. ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലപ്രഖ്യാപനം ഞങ്ങൾക്ക് നടക്കാം. വിഷ്വൽ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വിധി പ്രഖ്യാപിക്കുവാൻ കഴിയില്ല. അത്യന്തം വാശിയെ തൊട്ട് പിന്നാലെയാണ് മറ്റ് രണ്ട് വള്ളങ്ങളും ഫിനിഷ് ചെയ്തത്. അത്യന്തം ആവേശഭരിതമായിട്ടുള്ള കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന തരത്തിലേക്കാണ് 71ാമത് നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരം. അക്ഷരാർത്ഥത്തിൽ ജലോത്സവ പ്രേമികളുടെ ആവേശത്തിന്റെ കൊടുമുടിയിലാക്കിക്കൊണ്ടാണ് മേപ്പാടവും വിയപുരവും അടക്കം ഏതാണ്ട് തുല്യതയോട് തോന്നിക്കുന്ന തരത്തിലേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ആരാണ് വിജയി എന്ന് പറയുവാൻ ഇപ്പോഴും നിർവാഹമില്ലാത്ത സാഹചര്യമാണ്. ജഡ്ജസാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ 71ാമത് നെഹ്റു ട്രോഫി അന്തരീക്ഷമെല്ലാം മേഘാവൃതമെല്ലാം മാറി സംശുദ്ധമായിട്ടുള്ള ഒരു സായാഹ്നം സമ്മാനിച്ചുകൊണ്ട് ജലരാജാക്കന്മാരുടെ തേരോട്ടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തെ പരിസമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിദേശ സ്വദേശങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ പങ്കെടുത്ത് കാണികളായി വന്ന ആ ജലോത്സവം ഈ കുറിയും വളരെ മനോഹരമായിട്ടാണ് പര്യവസാനിച്ചിരിക്കുന്നത്. ആരാണ് ജയിച്ചത്? മേപ്പാടവും വിയപുരവും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. അക്ഷരാർത്ഥത്തിൽ പുന്നമട കായലിന് തീപിടിക്കുന്ന തരത്തിൽ, കഠികാരങ്ങൾ നിലയ്ക്കുന്ന തരത്തിൽ കാണികളായ ജലോത്സവ പ്രേമികളുടെ ഞരമ്പുകൾ ആകെ ത്രസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഉജ്ജ്വലമായ പോരാട്ടം. തുഴയെറിഞ്ഞ് കടന്നു വന്ന മേപ്പാടവും വിയപുരവും തമ്മിലുള്ള പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് ഫൈനൽ മത്സരം കടന്നുപോയത്. വിയപുരം വി ഫോർ വിക്ടറി. നമ്മൾ ആദ്യമേ പറഞ്ഞു വി ഫോർ വിക്ടറി. വിജയികൾ അത് വിയപുരമാണ്. വിജയികൾ വില്ലേജ് ബോട്ട് ക്ലബാണ്. കൈനകരിയുടെ മണ്ണിലേക്ക് ആലപ്പുഴയിൽ നിന്ന് കിരീടം വിട്ടു നൽകില്ല എന്ന് പറഞ്ഞവർ അത് യാഥാർത്ഥ്യമാക്കുന്നു. കൈനകരിക്കാരാണ് ഈ ഒട്ടുമിക്ക വള്ളം കളി ടീമുകളിലെയും പ്രധാനപ്പെട്ട തൊഴിലുകാർ അവരാണ്. ആ ആവേശം അവർ നിലനിർത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. വിയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് തുടങ്ങിയ വിയപുരം ചുണ്ടൻ അങ്ങനെ കിരീടം നേടുകയാണ്. ജലരാജാവാകുന്നു. ആരാണ് ജലരാജാവ്? ഒരേ ഒരു ചുണ്ടൻ, അത് വിയപുരമാണ്. BBC കാറ്റഗറിയുടെ വില്ലേജ് ബോട്ട് ക്ലബ് കാറ്റഗറിയുടെ വിയപുരം ചുണ്ടൻ. വിയപുരത്തിന്റെ ഭരണമാണിനി, വിയപുരത്തിന്റെ കുതിപ്പാണിനി. ഇതാ ചെങ്കോലും കിരീടവും ഒക്കെ അല്പസമയത്തിനകം അവർ ഏറ്റുവാങ്ങും. ഇപ്പോൾ അവർ ആഘോഷിക്കട്ടെ.
ആഘോഷം പരമാവധി പോകട്ടെ. ഫോട്ടോ ഫിനിഷിൽ കഴിഞ്ഞ തവണ നഷ്ടമായെങ്കിൽ ഇത്തവണ വീണ്ടും ഒരു ഫോട്ടോ ഫിനിഷ്. ആ ഫോട്ടോ ഫിനിഷിൽ കഴിഞ്ഞ തവണത്തെ മൈക്രോ മില്ലി സെക്കൻഡ് ഒക്കെ എടുത്ത് ദൂരെ എറിയാം. അവരുടെ നിയമ പോരാട്ടവും തുടരട്ടെ. BBC കഴിഞ്ഞവരുടെ വീരവരം ചുണ്ടൻ അങ്ങനെ ഇത്തവണ കിരീടം നേടുകയാണ്. നെഹ്റു ട്രോഫി കിരീടം. അത് മറ്റാർക്കുമല്ല, വലിയ പോരാട്ടമായിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവർ അത്യധ്വാനം നടത്തി കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിന് അതിൽ പകരം വീട്ടാൻ, കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിൽ അവർ നേരിട്ട ദൗർഭാഗ്യത്തെ മറികടക്കാൻ. പക്ഷേ ഇക്കുറി അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല.